മുജാഹിദും സുന്നിയും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്നാണ് ചോദ്യം. യഥാർത്ഥ വ്യത്യാസം എന്നതിനേക്കാളേറെ വ്യത്യാസമില്ലാത്ത വല്ല മേഖലയുണ്ടോ ചോദിക്കേക്കും നന്നാവുക. വിശ്വാസ കർമ്മ ആചാര രംഗത്തെല്ലാം ധാരാളം വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ട്. അടിസ്ഥാനപരമായി വിശ്വാസ രംഗത്ത് തന്നെയാണ്. നബിയും സ്വഹാബത്തും താബിഈങ്ങളും എന്ത് വിശ്വാസമാണോ സ്വീകരിച്ചത് ആ വിശ്വാസം സ്വീകരിക്കണം എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. സമസ്തയെ സംബന്ധിച്ച് അശ്അരി മാതുരീദി രണ്ടാമതൊരു വിശ്വാസ സരണിയെ സ്വീകരിക്കുക എന്നാണ് അവർ പറയുന്നത്. കർമ്മരംഗത്താണെങ്കിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ ഇബാദത്തിലും നബിതങ്ങളെ മാതൃക പിൻപറ്റി നബിയുടെ അതേ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ അടിസ്ഥാനമായി പഠിപ്പിക്കുന്നത്. സമസ്തക്കാരെ സംബന്ധിച്ച് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളെ അന്ധമായി അനുകരിക്കുക, അതിൽ ഉണ്ടോ ഇനി അപ്പുറത്തേക്കൊന്നും നോക്കേണ്ടതില്ല എന്നാണ് അവരുടെ നിലപാട്. മൂന്നാമതായി വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ് മൊത്തം ദീനീ കാര്യങ്ങളുടെ പ്രമാണം എന്ന് പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും ഏത് കാര്യത്തിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യുന്നു മുജാഹിദ് പ്രസ്ഥാനം. സമസ്തക്കാരെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ വ്യവസ്ഥ എഴുതുമ്പോൾ മാത്രമാണ് ഖുർആനും സുന്നത്തും പ്രമാണമാണ് എന്ന് എഴുതുക. എന്നാൽ ജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങളിൽ ഈ 2 പ്രമാണങ്ങളായി സ്വീകരിച്ച് അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്ന രീതി അവരിൽ എന്തായിരുന്നാലും ഇല്ല. നാലാമതായി മതത്തിന് ബിദഅത്തുകൾ ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ ബിദഅത്തും വഴികേടാണ്. ദീനിൽ ഒരു കാര്യവും ബിദഅത്തായി ഉണ്ടാക്കിക്കൊണ്ടുവരാൻ അനുവാദമില്ല എന്നതിൽ കണിശമായ നിലപാട് മുജാഹിദുകൾക്കുണ്ട്. സമസ്തക്കാരെ സംബന്ധിച്ച് നല്ല ബിദഅത്തും ചീത്ത ബിദഅത്തും എന്ന് 2 ബിദഅത്തായി വേർതിരിക്കുകയും എല്ലാ ബിദഅത്തിനെയും ആ മറവിലൂടെ സ്വീകരിക്കുകയും അങ്ങനെ അവയെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് സമസ്തക്കാർ. അഞ്ചാമതായി ത്വരീഖത്ത്, തസവുഫ് തുടങ്ങിയ വഴികൾ തെറ്റായ വഴിയാണ് എന്നും അത് ഇസ്ലാമിന് ബദലായി ഉണ്ടാക്കപ്പെട്ട ഷിയാക്കളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ബദൽ സംവിധാനമാണ് എന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ ത്വരീഖത്ത് പ്രസ്ഥാനത്തെ സ്വീകരിക്കുകയും അതാണ് ശരിയെന്ന് അംഗീകരിക്കുകയും ആ ത്വരീഖത്തിലൂടെ പോകണമെന്ന് അവർ വാദിക്കുകയും അതിൻ്റെ മറവിൽ 1000-ഓളം വരുന്ന ത്വരീഖത്തുകളെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി ഏതാണ്ട് ഏത് രംഗത്തെടുത്താലും അവിടെയെല്ലാം ഇതിൽ നിന്ന് ഉത്ഭൂതമായി വരുന്ന ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് അവിടെ ഒരു സൗദി അറേബ്യയിൽ കാണുന്ന എല്ലാം ശരിയാവണം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുമില്ല. പക്ഷേ സൗദി അറേബ്യ ഔദ്യോഗികമായി ഭരണഘടനയുടെ അസ്ലായി സ്വീകരിച്ചത് വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും തന്നെയാണ്. അതാണ് നമ്മുടെയും അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് എല്ലാം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കേവലമായ ഒരു പാർട്ടി പക്ഷപാതിത്വം എന്നതിനപ്പുറത്ത് വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മേഖലകളിൽ പ്രമാണങ്ങളായി മനസ്സിലാക്കുകയും സലഫു സ്വാലിഹികൾ എങ്ങനെയാണോ അത് സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ അടിസ്ഥാനം. ആ നിലക്ക് നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.